നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. നല്ല ബെസ്റ്റ് ഫ്രണ്ട്സുകൾ ലോകത്താർക്കും ഇതുപോലുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകാതിരിക്കട്ടെ. ഒന്നല്ല രണ്ടല്ല പലതവണ പിന്നിൽ നിന്ന് കുത്തിയ ചരിത്രമാണ് ഈ പറയുന്ന പൂമ്പാറ്റകൾ. പൂമ്പാറ്റകൾ എന്ന് ഞാൻ പറയില്ല, മെയിനായിട്ട് ഞാൻ പറയും ആദില എന്ന് പറയും. കണ്ണിക്കണ്ടതെല്ലാം എന്തെല്ലാം തന്റെ അറ്റ സുഹൃത്ത് എന്നവർ പറഞ്ഞു നടക്കുന്ന സുഹൃത്തിനെ എന്തൊക്കെ വിളിക്കാൻ പറ്റും അത്രയും മോശം വാക്കുകളൊക്കെ വിളിച്ചിട്ട് അവസാനം ഇരുന്ന് മോങ്ങുന്നു. അവസാനം രണ്ടുപേരും കൂടി അവിടെ ഇരുന്ന് മോങ്ങി തകർക്കുകയാണ്. അതായത് അനുമോളാണ് ചെയ്തത്. അതായത് നിനക്ക് ഈ പറയുന്ന ടോപ്പ് 5 വന്നതിന്റെ അഹങ്കാരമാണ് എന്ന് പറഞ്ഞതാണ് അവർക്ക് ഏറ്റവും വലിയ കേസ്. മനസ്സിലാലോ? അഹങ്കാരമാണ്, നിനക്ക് ടോപ്പ് 5 വന്നതിന്റെ അഹങ്കാരമല്ലേ നീ ഈ കാണിക്കുന്നത് എന്ന് അനുമോൾ പറഞ്ഞതാണ് ഏറ്റവും വലിയ വിഷയം. അതിനു മുമ്പേ ഇവരെ വിളിച്ചിറക്കിയ സംഭവങ്ങളുണ്ട്, ഇവരെ ആക്ഷേപിച്ച വാക്കുകളുണ്ട്, ഇവര് ശപിച്ചു വിട്ട വാക്കുകളുണ്ട്. നീ PR-ന്റെ ബലത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. നീ ഇവിടെ ഒരു വേലയും ചെയ്യാതെ നിന്റെ ധാർഷ്ട്യം കാണിച്ചുകൊണ്ട് നിന്റെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് PR പുറത്തുണ്ട്, അവര് നിന്നെ രക്ഷപ്പെടുത്തും എന്നുകൊണ്ടല്ലേ എന്ന് പറഞ്ഞതൊക്കെ അവരങ്ങ് മറന്നു. ഇന്ന് ലാസ്റ്റ് മീറ്റിംഗ് കൂട്ടിയപ്പോൾ എണീറ്റിരുന്ന ഈ പറയുന്ന ആത്മാർത്ഥ സുഹൃത്തായ ആദില പറയുന്ന ഇവൾ കള്ളിയാണ് എന്ന് ഇതാണ് സുഹൃത്ത്. മനസ്സിലായോ? ഇതാണ് സുഹൃത്ത്. ഈ പറയുന്ന വാക്കുകൾ കേട്ട് അവിടെ ഒരാളിരുന്ന് ഉരുകുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളെ ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോ ഈ ആദില ഒരു പറഞ്ഞു, എനിക്കിപ്പോ ആരെ മിസ് ചെയ്യുന്നു, ഈ പറഞ്ഞ ശൈത്യ മിസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ കട്ടപ്പ് ആയിരുന്നു ശൈത്യ മിസ് ചെയ്യുന്നത്. കാരണം ഇപ്പൊ ശൈത്യയുടെ അതേ റോള് തന്നെയാണ് ആദില എടുത്തത്. ആദില ഇത് ആദ്യമായിട്ടല്ല. ആദില എത്ര തവണയായി നീ പിന്നിൽ നിന്ന് കുത്തുന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ വീണ്ടും പോകും, അതിന്റെ സ്നേഹം കാണിക്കും. അവസരം കിട്ടുമ്പോ വായി തോന്നുന്ന വൃത്തികേടുകളെല്ലാം വിളിച്ചു പറയും. നിന്റെ അണ്ണാക്കിലോട്ട് കുത്തി ഇറക്ക്, നീ മറ്റേ ഡ്രാമ ക്യൂനല്ലേ, നിനക്ക് PR ഉള്ളതല്ലേ. എന്നിട്ട് ഇന്ന് ആദില പറഞ്ഞ മറ്റൊരു കേസുണ്ട്, നീ എന്നെ രഹസ്യമായിട്ട് പറഞ്ഞ കാര്യം ഞാൻ പുറത്തു വിടട്ടാവുന്നു. മനസ്സിലായോ? രഹസ്യമായി പറഞ്ഞ, അതായത് ഇവരുടെ അത് അനുമോൾ പറയുന്നുണ്ട്, ഇവരുമായിട്ടുള്ള ആത്മാർത്ഥ സുഹൃത്ത് ബന്ധം കൊണ്ട് ഞാൻ പലതും ഇവരുടെ അടുത്ത് പറഞ്ഞു. അതിപ്പോ ഇവരത് ആയുധമാക്കി എടുക്കേണ്. ഇന്ന് രാവിലെ നടന്ന ടാസ്കിൽ ഞാൻ ഒരു കാർ വാങ്ങിച്ച കേസ് പറഞ്ഞു. അതുവരെ ഇവിടെ എടുത്തിടുന്നുണ്ട്, അതുവരെ ഇവൾക്കെതിരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സത്യം പറയാലോ, അനുമോളുടെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറയല്ലോ. പക്ഷേ സുഹൃത്തുക്കൾ എന്ന് സ്വയം അവകാശപ്പെടുന്നവരെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേട്ടാൽ ആരായാലും പ്രതികരിച്ചു പോകും. മനസ്സിലായോ? അവിടെ തന്റെ സുഹൃത്താണത്. ഇത് വലിയൊരു മഹാ അപരാധമൊന്നുമല്ല ചെയ്തത്. മനസ്സിലായോ? അതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ആദിലയാണ് എന്ത് ചെയ്യുന്നത്. ആദിലയാണ് അവിടെ ആദ്യം പയറിടുന്ന ഈ പറയുന്ന അരി ഉണ്ടാക്കിയത്. ആദിലയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ചോറ് കുറച്ച് കൂടുതലായത്. അതുകൊണ്ട് രണ്ടാമത് കഴിക്കാൻ വരുന്നവർക്ക് എല്ലാവർക്കും ഈ സാബുമോൻ കിടന്ന പച്ചക്കള്ളമാണ് സാബുമോൻ വിളിച്ചു പറയുന്നത്. എനിക്ക് കിട്ടിയതാണ് ഏറ്റവും കൂടുതൽ. അനീഷ് പറഞ്ഞ വളരെ കറക്റ്റാണ്. ഏറ്റവും കൂടുതൽ കിട്ടിയത് അവനാണ്. അവന്റെ ചോറിനെയും കാട്ടി കൂടുതൽ അതിനകത്ത് കറി ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു. ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ലോണ് കറി കൊടുത്ത് എന്നും അതിന്റെ ഒരു കാൽഭാഗം അല്ലെങ്കിൽ അരഭാഗത്തിൽ കൂടുതൽ അവിടെ കറി ഇട്ടാറില്ല. ഇന്ന് അനുമോളി കിച്ചണിലായതുകൊണ്ട് ഒരു കൂടുതൽ കറി ഉണ്ടാക്കി കൂടുതൽ കൊടുത്തു. വന്നപ്പോ കുറച്ച് ചോറ് മിച്ചം വന്നപ്പോ കുറച്ച് കറി കൂടി അവള് സേവ് ചെയ്തു. ഇതാണ് വലിയൊരു അബദ്ധമായി പോയത്. ഇതാണ് വലിയൊരു അപരാധമായി പോയത്. അതിനെന്തൊക്കെ പറഞ്ഞു ഈ പറയുന്ന ആദില. നീ എല്ലായിടത്തും കയറി ഇവിടെ കളിക്കാൻ വരണം, നിനക്ക് എന്തുകൊണ്ട് പിന്നീട് ഓംപ്ലേറ്റ് ഉണ്ടാക്കി കൂടായിരുന്നു. ആദില ഒരു പണി എടുക്കത്തില്ല. പണിക്കള്ളിയാണ്, ജോലിക്കള്ളിയാണ്, വേലക്കള്ളിയാണ് ഇവൾ. ഒരു പണി എടുക്കില്ല. കണ അലക്കാൻ വേണ്ടി മാത്രം അറിയും. മനസ്സിലായോ? എന്നിട്ട് ഇപ്പോൾ സ്വന്തം ആത്മാർത്ഥ സുഹൃത്തിന് ആ ഒരു ചെറിയ കുറ്റത്തിന് നിന്റെ വായിന്ന് പറയാൻ പറ്റാത്ത ഇതൊക്കെ കേട്ട് കഴിഞ്ഞ ജീവിതകാലം മൊത്തം നിന്റെ അടുത്തൊക്കെ മിണ്ടാതിരിക്കാനുള്ള കാരണമുണ്ട്. കാരണം സ്വന്തം സുഹൃത്താണ് പറയുന്നത്. ഇതിപ്പോ അക്ബറോ ഈ നെവിനോ പറഞ്ഞ നമ്മൾക്ക് അത്ര ഫീൽ ആവത്തില്ല. ഇത് പറയുന്നത് താൻ ആത്മാർത്ഥതയോട് സ്നേഹിച്ച തന്റെ സുഹൃത്തുക്കളാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് അടിക്കാനുള്ള വടിയിട്ട് കൊടുക്കുന്നത്. തന്റെ സുഹൃത്തുക്കളാണ് എന്നിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ ഇവിടെ വിളിച്ചു പറയുന്നത്. തന്റെ സുഹൃത്തുക്കളാണ് എന്നെ എന്ത് ചെയ്ത് ആക്ഷേപിക്കുന്നത്, എന്നെ അപമാനിക്കുന്നത്, എന്നെ എന്ത് ചെയ്തു, എനിക്ക് നേരെ വിരൽ ചൂണ്ടുന്നത്. അപ്പോ അതാവുമ്പോ ഏത് ഫ്രണ്ടും മനസ്സിലാക്കും, ഏത് ഫ്രണ്ടിനും ഹർട്ടാം. അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് നിന്റെ അഹങ്കാരമാണെന്ന്. അല്ല നീ അവിടെ ചെല്ലത് നിനക്ക് ടോപ്പ് 5 കിട്ടിയത് നീ യോഗ്യതയില്ലാത്തവൾ ആയത് കൊണ്ടെന്നല്ല അവൾ പറഞ്ഞത്. അതിനെ വളച്ചൊടിക്കുന്നു ആരെ ഈ പറഞ്ഞത്. അതായത് നീ ഇപ്പൊ സംസാരിക്കുന്നത് നീ ടോപ്പ് 5 കയറിയതിന്റെ അഹങ്കാരമാണ് എന്ന് പറയാൻ കാരണം ഇവള് PR-നെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ്. അപ്പോ അതിനെ വളച്ചൊടിക്കുന്നു. അക്ബർ വളച്ചൊടിക്കുന്നതിന് ആണ്ടാ നിനക്ക് അത് അഹങ്കാരം, അത് അവൾ എന്താണ് നിന്റെ മുഖത്തടിച്ചോല് പറഞ്ഞതണ്ട, നിനക്ക് അതിനുള്ള യോഗ്യത ഇല്ലെന്നാണ് അവൾ പറഞ്ഞത് എന്നുള്ള രീതിയിൽ വളച്ചൊടിക്കുന്നു. ഈ കിച്ചൺ ഈ പറയുന്ന വെസൽ കഴുകാനുള്ളത് ആര്?
ഈ അനീഷ് വന്ന് ഈ നൂറെ എടുത്ത് പറയുമ്പോൾ നൂറ് എന്താ അതിനെ അങ്ങ് വിട്ടുകളഞ്ഞ ഈ വെസൽ കഴുകാനുള്ള സത്യം പറഞ്ഞാൽ അക്ബറാണ്. അക്ബറും നെവിനും അടങ്ങുന്ന ടീമാണ് ആ വെസൽ കഴുകാനുള്ളത്. അനുമോളല്ല. അനുമോൾ ഉച്ചവരെയുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് തീർത്തു. ഉച്ചവരെയുള്ള അവളുടെ ഡ്യൂട്ടി എന്തായിരുന്നു? കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു. ആ സമയത്ത് എന്താണ് ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ അനുമോൾ പറയുന്നത് ഞാൻ ഇനി കിച്ചണിൽ നിൽക്കുന്നില്ല. എന്തുകൊണ്ട് പറഞ്ഞത്? ഇനി നിന്നാൽ വീണ്ടും അടിയാവും, ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ ആ സ്പോട്ടിൽ ആ സെക്കൻഡിൽ നൂറ് പറയുന്നത് എന്നെ ഞാൻ എടുത്തു മാറ്റി. എന്നെ എടുത്തു മാറ്റിയിട്ട് എന്ത് ചെയ്ത് ഒന്ന് പറയാൻ കൂടി നീ നില്ലേ എന്ന്, അത് സുഹൃത്തല്ലേ, അതൊന്നും പറയത്തില്ല. എടുത്തു മാറ്റിയിട്ട് നെവിനെ കൊണ്ട് ഇട്ടതാരാണ്? ഈ പറയുന്ന നൂറ തന്നെയാണ്. നൂറ ഇന്ന് മീറ്റിംഗ് നടന്നപ്പോ അനീഷിന്റെ മുന്നിൽ കയറിയുണ്ട്. ഇരിക്കണോ ഇവിടെ? എന്തോ അഹങ്കാരം! അഹങ്കാരമെല്ലാം പുറത്തു വരികയാണ്. എന്നിട്ടിരുന്ന് മോങ്ങുന്നു. പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് മോങ്ങയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ വെസൽ കഴിയാനുള്ള ആരാണ്? ഈ പറയുന്ന അക്ബറും നെവിനുമാണ്. അതായത് അനുമോൾ അവളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അനുമോൾ ഉച്ചയുള്ള ഊണ് അല്ലെങ്കിൽ ഉച്ചഭക്ഷണം ഉണ്ടാക്കിയ ശേഷം അതിൽ വരുന്ന വെസൽസ് കഴിയാനുള്ള അപ്പോൾ നിലവിലുണ്ടായിരുന്ന അക്ബറും നെവിനുമാണ്. അവരത് കഴിയില്ല, അവരാണ് കഴുകാനുള്ളത്. അപ്പൊ നൂറ എന്തുകൊണ്ട് അക്ബറിന്റെ അടുത്ത് പറഞ്ഞില്ല? അല്ലെങ്കിൽ അക്ബറിന്റെ അടുത്ത് പറയണം, നിങ്ങൾ ക്യാപ്റ്റനാണ്, നിങ്ങൾ ഇപ്പോഴത്തെ വെസൽ ഡ്യൂട്ടിക്കുള്ളത് ആരാണ്, നിങ്ങൾ അവരുമായിട്ട് ചർച്ച ചെയ്തൊരു തീരുമാനം ഉണ്ടാക്കൂ എന്ന് എന്തുകൊണ്ട് നൂറ പറഞ്ഞില്ല? അപ്പൊ നൂറയ്ക്ക് അവിടെ എന്താണ് വൈരാഗ്യം തീർക്കണം. മനസ്സിലായോ? നൂറയ്ക്ക് ഈ ആദരവുമായിട്ടുള്ള പ്രശ്നത്തിന്റെ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് നൂറ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ നൂറ എന്ത് ചെയ്തു? നൂറ അവളുടെ അടുത്ത് കയറി കേൾക്കുകയാണ്. അപ്പൊ അവളെന്ത് പറഞ്ഞത്? ഇത് വൈകിട്ട് നിങ്ങൾ ആരും കൊണ്ട വൈകിട്ടാണ് അല്ലെങ്കിൽ നൈറ്റാണ് ഏറ്റവും കൂടുതൽ വെസൽ വരുന്നത്. ആ വെസല് മൊത്തത്തിൽ ഞാൻ കഴുകിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് പോലും പറ്റത്തില്ല. ഇപ്പൊ തന്നെ നീ കഴുകണം എന്ന് പറഞ്ഞ ഈ നൂറയ്ക്ക് എന്ത് അവകാശമുണ്ട്, എന്ത് യോഗ്യതയുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് നൂറ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്? ഒരു ദിവസം മുമ്പാണല്ലോ നൂറ പറഞ്ഞത് എനിക്ക് ഈ പണി ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത്. അത് മറന്നുപോയോ? ഈ പറയുന്ന ആദില എത്ര തവണ അനീഷിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ഡ്യൂട്ടി ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പോഴെന്ത് ചെയ്തു? അപ്പോഴും നിങ്ങളുടെ ഈ ന്യായങ്ങൾ എവിടെ പോയി? അപ്പൊ താൻ ക്യാപ്റ്റൻ ആയപ്പോൾ തന്റെ പാർട്ണറെ പറഞ്ഞപ്പോൾ തനിക്കങ്ങ് കൊണ്ടില്ല. അപ്പൊ അവിടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ല, അവിടെ സുഹൃത്ത് ബന്ധമില്ല. അപ്പോൾ അവൾ രഹസ്യമായിട്ട് തങ്ങളെ വിശ്വസിച്ച് പറഞ്ഞ ഓരോ കാര്യങ്ങൾ എടുത്തിടുകയാണ്. അതില് പറയുന്നുണ്ട്, എന്തിന് നിന്റെ മറ്റ കേസ് ഞാൻ വെളിയിൽ നിന്നെ ഇറക്കി നാറ്റിക്കട്ടാ, അതെടുത്തിടട്ട, എന്തോ പേഴ്സണൽ കേസ് പാവ ഇവളടുത്തൊക്കെ പറഞ്ഞുപോയി. ഈ നന്ദികേട് കാണിച്ച നന്ദിയില്ലാത്തവരത്തൊക്കെ പറഞ്ഞുപോയി. പറഞ്ഞു പോയപ്പോൾ എന്തിനാ അതിനെ എടുത്ത് ആയുധമാക്കി കൊണ്ടുവരികയാണ്. നിങ്ങൾ ലൈവിൽ കണ്ട പ്രേക്ഷകരാണല്ലോ, നിങ്ങളുടെ ആരുടെ ഫ്രണ്ട്സോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ലൈവിൽ നിങ്ങൾ കണ്ടാണ് ഈ ഫ്രണ്ട്സ് ഇതുപോലുള്ള മോശവാക്കുകൾ ആരും വിളിച്ചിട്ടില്ല എന്നല്ല. പക്ഷെ ഫ്രണ്ടായി നിൽക്കുമ്പോ, നമ്മൾ ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറഞ്ഞു നടക്കുമ്പോ പറഞ്ഞു നടക്കുന്നവർ തന്നെ ഇങ്ങനെ ഒരാളെ വിളിക്കുമ്പോൾ അത് ഹേർട്ടാവും. അത് അവർക്കേ മനസ്സിലാവത്തുള്ളൂ. പെടുന്നത് അവൾ മാത്രമല്ല, പിന്നെ ഇവർക്ക് പിന്നെ ഒറ്റപ്പെടേണ്ട ആവശ്യമില്ല. വന്ന് അന്ന് തൊട്ട് പാർട്ണറായിട്ട് ജീവിക്കുകയാണല്ലോ. അതുകൊണ്ട് അവർക്ക് ആ ഒറ്റപ്പെടൽ എന്തെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. ആദിലേക്കും നൂറയും അറിയില്ല. എന്നിട്ട് വന്ന് കള്ളക്കരച്ചിൽ കരയാണ്. പറയാനുള്ള മൊത്തം പറഞ്ഞു, ആക്ഷേപിക്കാനുള്ള മൊത്തം പറഞ്ഞു, ആക്ഷേപ ശരങ്ങൾ മൊത്തം ഇട്ടു. എന്നിട്ട് മോങ്ങുന്നത് ആരാണ്? അവരാണ്. ഇതിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് രണ്ടും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ആ നീതിക്ക് വേണ്ടിയിട്ട് അവരുടെ ഭാഗത്താണ് ശരിയെന്ന് അറിഞ്ഞുകൊണ്ട് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ഇവിടെ അനീഷ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ വെസൽ കഴിയാനുള്ള യഥാർത്ഥത്തിൽ ഈ പറയുന്ന അക്ബറും നെവിനും ആണെന്ന് പറഞ്ഞ കാര്യമൊക്കെ ഇതിലില്ല. അതൊക്കെ അത് കട്ട് ചെയ്തു പോട്ട്. അതിനുശേഷം പൊട്ടിക്കരയുന്ന അനുമോളെ കൊണ്ട് എനിക്കിനി ഇവിടെ നിൽക്കണ്ട, എന്നെ ആരും വോട്ട് ചെയ്യണ്ട, ഞാൻ എങ്ങനെയും എനിക്ക് പുറത്തു പോയാൽ മതി എന്ന് പൊട്ടിക്കരയുന്ന ഒരു സീനുണ്ട്. അത് കാണുന്നവർക്ക് സത്യം പറഞ്ഞ മനസ്സലിഞ്ഞു പോകും. അങ്ങനെയാണ്. അതായത് സുഹൃത്തുക്കൾ, മനസ്സിലായി, നമ്മളെ ശത്രുക്കൾ നമ്മളെ കുത്തിയാലും നമുക്കൊന്നും വേദനിക്കില്ല. പക്ഷെ കൂടെ നിന്ന് ചതിക്കുമ്പോഴുള്ള വേദന അതിനേക്കാൾ വലുതാണ്. ഇത് ചെറിയ കേസാണ്. ഈ കേസിൽ പിന്നീട് നൂറക്കെങ്കിലും വന്ന ഒരു സംയമനമായിട്ട് അല്ലെങ്കിൽ പറഞ്ഞൊന്ന് സെറ്റിൽ ചെയ്യാൻ നോക്കണം. അതൊന്നും ചെയ്തില്ല. നിങ്ങൾ കുറ്റം ആരോപിക്കുകയാണ് ചെയ്തത്. അവിടെ നിങ്ങൾ കുറ്റം ആരോപിക്കുക മാത്രമല്ല, എന്താണ്, ഒരുപാട് പറയാൻ പറ്റാത്ത വാക്കുകൾ നിങ്ങൾ അവളെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ഈ പറഞ്ഞ നിഷ്പക്ഷത ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മൾ കൂട്ടാണെങ്കിലും അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഒരു ചെറിയ തെറ്റിന് നിങ്ങൾ വിളിക്കുന്ന വാക്കുകളുണ്ട്, നിങ്ങൾ അതിനെ സ്വീകരിക്കുന്ന രീതിയുണ്ട്. അവിടെയാണ് തെറ്റ് വരുന്നത്. ഇന്ന് ആ മീറ്റിംഗ് നടന്നപ്പോൾ വിളിച്ചു പറഞ്ഞ വാക്കുകളുണ്ട്. ഏതെങ്കിലും സുഹൃത്ത് ശ്രമിക്കോ? ഇന്ന് അനുമോളാണ് വിളിച്ചത്, ഇവര് കള്ളിയാണ്, ഇവൾ പറഞ്ഞത് കള്ളമാണ് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഉണ്ടാവുന്ന ഫീലല്ലേ, അത് അനുഭവിച്ചറിയണം. അത് അനുഭവിച്ചറിഞ്ഞാലേ മനസ്സിലാവൂ. നിങ്ങൾ രണ്ടുപേര്, രണ്ട് പൂമ്പാറ്റകൾ, ഈ പൂമ്പാറ്റകൾ എണീറ്റ് നിന്ന് തന്റെ ഒറ്റ സുഹൃത്തിനെ ഇങ്ങനെ വേണ്ട അനാവശ്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അവൾക്ക് ഉണ്ടാകുന്ന ഫീൽ ഉണ്ട്. അത് അക്ബർ പറഞ്ഞാലോ നെവിൽ പറഞ്ഞാലോ അവർക്കത് ഫീൽ ആവത്തില്ല. താങ്കൾ ഒരു ചെറിയ വാക്ക് പറഞ്ഞാൽ ഫീൽ ആവും. അവർ താങ്കളോട് രഹസ്യമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ പരസ്യമാക്കുമെന്ന് നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നു. വെൽ ഡൺ. ഇതെല്ലാം പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. നീ എന്തിനാണ് എന്റെ കൂടെ വന്നത് എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ എന്തിനാണ് എന്റെ കൂടെ വന്നത് എന്ന് മനസ്സിലായപ്പോൾ ഉടനെ അതിന് നിന്റെ ഫെയിം കണ്ടാണ് വന്നത് എന്ന് പിന്നെ വളച്ചൊടിക്കുകയാണ്.
എന്തോ ആയിക്കട്ടെ, അങ്ങനെ പറഞ്ഞെങ്കിൽ കൂടി ഇപ്പൊ ഇങ്ങനെ ആയിരിക്കുമല്ലോ പറഞ്ഞത്, നിങ്ങൾ എന്റെ കൂടെ വന്നത് എന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവിടെ ഉദ്ദേശിച്ചിരുന്നല്ലോ. അപ്പൊ എന്തായാലും നൂറയുടെയും ഈ പറയുന്ന ആദിലയുടെയും മുഹമ്മൂടി എന്നാണ് പിന്നെ പൊളിഞ്ഞു വീഴുകയാണ്. മുഹമ്മൂടി പൊളിഞ്ഞു വീഴ്ച ആരുടെ മുമ്പിൽ നമുക്കറിയാം. ഇത് ഒരിക്കലല്ല, ഇന്നലെ വന്ന എപ്പിസോഡിൽ ലാലേട്ടൻ വരെ പറഞ്ഞു, അന്നൊരു വിഷയം നടക്കുമ്പോൾ ഇവരാരും കൂടെ വന്നില്ല. ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു മേജർ ആയിട്ടുള്ള ഒരു വിഷയം അനുമോളുമായി ബന്ധപ്പെട്ട് നടക്കുകയാണെങ്കിൽ ആ വീട്ടിൽ ഒന്നടങ്കം ആരൊക്കെ ഉണ്ട് അവരൊക്കെ വന്ന് അനുമോളിന്റെ ഇടയായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ഈ നൂറയും ആതിരയും വരാറില്ല. എവിടെയെങ്കിലും ഈ ബെഡിൽ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. നേരെ മറിച്ച് അനുമോളാണെങ്കിൽ അവിടെ ചെന്ന് ഇടപെടും. ഈ നൂറയും ആദിലയും പല പ്രാവശ്യം പല ആവർത്തി പലരുടെ മുമ്പിൽ ലാലേട്ടന്റെ ഫ്രണ്ടിൽ വെച്ചൊക്കെ പല പ്രാവശ്യം പിന്നിന്ന് കുത്തിയ കട്ടപ്പയായിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരാവർത്തി പോലും നിങ്ങളെക്കുറിച്ച് ഒരു കമാന്നൊരു അക്ഷരമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഒറ്റിക്കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇത് നമ്മൾ കാണണം. നിങ്ങൾ ബേക്കറിയിൽ നിരുന്ന അവസരങ്ങൾ കിട്ടുമ്പോഴെല്ലാം ലാലേട്ടൻ മുമ്പിലൊക്കെ ഇവളെ എടുത്ത് എറിഞ്ഞു കൊടുക്കുകയാണ്, എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് ഇവള് പിണങ്ങി നടക്കുമ്പോൾ നിങ്ങൾ തന്നെ എന്ത് ചെയ്തു പറഞ്ഞ് എന്ത് ചെയ്യും, അവരെ ഫ്രണ്ടാക്കും. എന്നിട്ട് വീണ്ടും അവസരം കിട്ടുമ്പോൾ വീണ്ടും കുത്തും. അതായത് ഒരു കറിവേപ്പില പോലെയാണ്. ആവശ്യം വരുമ്പോൾ നമ്മൾ നിഷ്പക്ഷരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രേക്ഷകരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഹൗസ് മേറ്റ്സിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യും, അങ്ങ് തുറക്കും. നിങ്ങൾ പറഞ്ഞു അവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു, പക്ഷെ പറയുന്ന വാക്കുകളുണ്ട്, അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്, അത് ഹേർട്ടാവും. അതൊരു സുഹൃത്തു കൂടി ആകുമ്പോൾ വളരെ നല്ല രീതിയിൽ അത് വേദനിക്കും. ആ വേദന അറിയണമെങ്കിൽ തിരിച്ച് നിങ്ങൾക്ക് അത് കിട്ടണം. എന്നിട്ട് എല്ലാം പറഞ്ഞിട്ടിരുന്ന് മോങ്ങിയിട്ട് കാര്യമില്ല. പ്രേക്ഷകർ ഇത് കാണുന്നതോട് നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായി കമന്റ് ചെയ്ത് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.